നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ആദ്യത്തെ ന്യൂസ് ഒരു പ്രോബ്ലമുള്ള ന്യൂസാണ്. ടാറ്റയുടെ കുടുംബത്തിൽ ഒരു ചെറിയ പ്രോബ്ലം. ഇത് എന്തിനാ ഇത് സ്മൂത്തായിട്ട് ട്രാൻസാക്ഷൻ ആയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ സ്മൂത്തായിട്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്നതും നമുക്ക് ക്ലിയറായി. രതൻ ടാറ്റ ഇരിക്കുന്ന സമയം ഇതുപോലത്തെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ ഡിഫറൻ്റ് ആയിട്ടിരുന്നു. ബോർഡിൽ ടാറ്റയെ സമ്മതിച്ചില്ല. കാരണം രതൻ ടാറ്റ വന്നിട്ട് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു. ദർബാരി സേഠ് എന്നാൾ എതിർത്തായിരുന്നു. അജയ് കേൽക്കർ എന്നാളും എതിർത്തിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇന്ത്യൻ ഹോട്ടൽ ഹെഡ്, ഇന്നൊന്ന് ടാറ്റ ഓയിൽ കമ്പനി, ടാറ്റ കെമിക്കൽസിൻ്റെ ഹെഡ്, ആൻഡ് ഇനിയൊരാൾ വന്നിട്ട് ടാറ്റ സ്റ്റീലിൻ്റെ ഹെഡ്. ഇൻഫാക്ട് ടാറ്റ മോട്ടോഴ്സ് അല്ലാതെ വേറെ ഏതൊരു വലിയ കമ്പനിയും അവരെ സപ്പോർട്ട് ചെയ്തില്ല. ടൈറ്റനും വലിയ കമ്പനിയല്ല, ടി സി എസും ഡിവിഷനായിരുന്നു, സെപ്പറേറ്റ് കമ്പനി കൂടെ ഇല്ല. അപ്പോൾ പ്രസൻസിൻ്റെ ഒരു ഡിവിഷനായിരുന്നു. അപ്പോൾ പലയിടത്തിരുന്ന എല്ലാ വലിയ കമ്പനിയും രതൻ ടാറ്റയിനെ എതിർത്തു. ജെ ഇറാനി എന്ന ആളിനെ MD ആക്കി. ലാസ്റ്റിൽ ലൂസി മോദീനെ ചെയർമാൻ പോസ്റ്റിലിരുന്ന് വെളിയിൽ തള്ളി. അതുപോലെ തന്നെ ദൽബാരി സേറ്റും അജയ് കിൽക്കറും ഇവരൊക്കെ വെളിയിൽ തള്ളാൻ വേണ്ടിയിട്ട് അവർക്ക് 3-4 കൊല്ലം എടുത്തു. ഞാൻ ഇന്ന് ഇരിക്കുന്ന ആൾക്കാരന് അത് ഓർമ്മ ഇരിക്കത്തില്ല. ഇത് 1992 നടന്നതാണ്. ഇന്നലിരുന്ന് 32 വർഷത്തിന് മുമ്പേ നടന്ന കാര്യങ്ങളാണിത്. കാരണം ഇതിനെക്കുറിച്ച് മുക്കാവശ്യ ആൾക്കാരന് അറിയത്തില്ല. നിൽ അംബാനിയും മുകേഷ് അംബാനിയും അടിവെച്ചുകൊണ്ട് രണ്ടുപേര് 2 ദിശയിൽ പോയി. ബിർള കുടുംബത്തിൽ എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് കഥയെന്ന് നോക്കാം. ഇതിന് സെൻട്രലായി വന്നിട്ട് ഒരു 4-5 പ്ലേയേഴ്സ് ഇരിക്കുന്നു. പെർസസ് കമ്പാക്ടർ എന്ന ഒരാൾ ഇരിക്കുന്നു. അവർ വന്ന് രതൻ ടാറ്റയുടെ ലോയറാണ്. നിലിൽ മിസ്ത്രി എന്നൊരാളുമുണ്ട്. അവർ വന്നിട്ട് പൈറസ് മിസ്ത്രീൻ്റെ വലിയച്ഛൻ്റെ മോനാണ്. പൈറസ് മിസ്ത്രി ഫാമിലി വിങ്ങിനും അവരെ വിങ്ങിനും ആകത്തില്ല. പക്ഷെ അവർ രതൻ ടാറ്റയുടെ ഫ്രണ്ടാണ്. രതൻ ടാറ്റയുടെ വില്ലിരിക്കുന്ന ആളാണ്. ഒരു ജഹാൻഗീർ ജാവേരി എന്ന ഇന്നൊരാളെ ചേർത്തുകൊണ്ട് 4 പേര് വന്ന് ഞങ്ങൾക്ക് ബോർഡ് സീറ്റിൽ സ്ഥലം വേണം എന്ന് ചോദിക്കുന്നു. 3 പേർ ബോർഡിലിരിക്കുന്നു. ഒന്ന് നിയൽ ടാറ്റ, വേണു ശ്രീനിവാസൻ ആൻഡ് വിജയ് സിംഗ്. പോയ വർഷം ബോർഡിൽ എന്ത് റെസൊല്യൂഷൻ പാസ് ചെയ്തു എന്ന് വെച്ചാൽ, ആരിനൊക്കെ 70 വയസ്സിൻ്റെ മുകളിലായോ ഒவ்வொரு കൊല്ലമും അവരെ നോമിനേറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ അവർക്ക് ടാറ്റ സൺസിൽ ഡയറക്ടറായിരിക്കാം. ഇപ്പോൾ വേണു ശ്രീനിവാസനും വിജയ് സിംഗും ടാറ്റയും ഡയറക്ടേഴ്സ് ഇൻ ടാറ്റ സൺസ്. മീതി ഇരിക്കുന്ന 4 പേരും ടാറ്റ സൺസിൻ്റെ ഡയറക്ടർ അല്ല. 4 പേര് എന്ത് പറയണമെന്ന് വെച്ചാൽ, വിജയ് സിംഗിന് 77 വയസ്സായി, അവരെ വെളിയിൽ പോകാൻ പറ. അവർക്ക് ബദലായിട്ട് മെഹൽ മിസ്ത്രിയെ ഇടാൻ പറയുന്നു. അങ്ങനെയെന്ന് 4 പേര് പറയുന്നു. ഇവരെന്ത് പറയുന്നു വെച്ചാൽ, ഈ ടാറ്റ വാല്യൂ എത്തിക്സ് ഒക്കെ ഇരിക്കുന്നു, നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റത്തില്ല, നമ്മൾ സംസാരിച്ച് തന്നെ തീർക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ടാറ്റ ട്രസ്റ്റിന് 2 ബോർഡ് മെമ്പേഴ്സ് ഇരിക്കുന്നു. 2 ബോർഡ് മെമ്പർ മാത്രം തന്നെ കണ്ടിന്യൂ ആകും. ഇതിരിക്കുന്ന 4 പേര് എന്ത് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വന്നിട്ട് അവർ എനഫ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നില്ല, അകത്ത് എന്ത് നടക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, അപ്പോൾ തന്നെ കറക്റ്റായ മുടിവ് എടുക്കാൻ പറ്റുമെന്ന് 4 പേര് പറയുന്നു. ബേസിക്കലി 2 ഫാഷൻ്റെ അകത്തിരിക്കുന്ന ഫൈറ്റാണ്. ബേസിക്കലി എങ്ങനെയാണ് രതൻ ടാറ്റ 4 പേരെ കാലി ചെയ്ത് അവർ വന്നു. ഇപ്പോൾ നിയോൽ ടാറ്റയ്ക്കും വേണു ശ്രീനിവാസനും അതേ പ്രോബ്ലം തന്നെ. എങ്ങനെ മാനുവർ ചെയ്യും, എങ്ങനെ ഇതിനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകും എന്നത് ബേസ് ചെയ്താണ് എല്ലാം ഇരിക്കുന്നു. S&P 500 ഇന്നും റോക്കറ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. S&P 500ൽ ഇന്നലെ 500 പോയിന്റ് കയറിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ റേറ്റ് കട്ട് ഇന്നും നടക്കും. കാരണം എക്കോണമി ഭയങ്കര സൂപ്പറായിരിക്കും എന്നാണ്. S&P 500 റെക്കോർഡ് ഹൈ പോയിരിക്കുന്നു. S&P റെക്കോർഡ് ഹൈ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ബേസ്ഡ് ഏരിയ കൂടെ ഇരിക്കാം. എന്തെന്ന് വെച്ചാൽ ആർക്കിൾ കൂടെ കയറിയിരിക്കുന്നു. ആർക്കിൾ കയറിയതും അവർ പുതിയതായിട്ട് ക്ലൗഡിൽ ഒരു ക്ലയൻറ്റിന് ചിരിക്കും എന്ന കാരണമാണ് കാശ് അകത്ത് വന്നിരിക്കുന്നു. എക്കോണമി എന്ത് പറയുന്നത് വെച്ചാൽ, ഈ CPI ഡേറ്റ വന്നിട്ട് ഡിസ്റ്റാർട്ടഡായി ഇരിക്കുന്നു. CPI ഡേറ്റ ഇന്നും കുറേ മാറുമെന്ന് പറയുന്നു. US-ൻ്റെ CPI ഡേറ്റ കോർ ഇൻഫ്ലേഷൻ 3.1 ഇരിക്കുന്നു. സ്റ്റാൻഡേർഡ് CPI ഡേറ്റ 2.9 ഇരിക്കുന്നു. പക്ഷെ ടാർഗറ്റ് 2 ആണ്. പക്ഷേ 3.1 ഇരിക്കുന്ന ഇൻഫ്ലേഷൻ ഇരുന്നാലും ജോലിയില്ലാത്ത അവസ്ഥ കൂടിയിരിക്കുന്നു. എക്കോണമി സ്ലോ ആകുന്നു. ഇൻഫ്ലേഷൻ 3.1 ഇരിക്കുന്നു. ഇത് കാരണം റേറ്റ് കട്ട് വേണം. കാരണം ഡെഫിനറ്റായിട്ട് ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് ചെയ്യും. കാരണം തന്നെ മാർക്കറ്റ് കയറുന്നു. ഗോൾഡ് അവിടെ വലുതായിട്ട് കയറിയില്ലെങ്കിലും ഈ 16-17 ശേഷം അവിടെ കയറും.
ഇന്ത്യൻ മാർക്കറ്റിൽ ഗോൾഡ് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. 90 രൂപ അപ്പായി 10,240 അടുത്തായി. ഇന്നലെ രൂപ വളരെ പ്രഷറിൽ വന്നു. വന്നിട്ട് 88.40 വരയ്ക്കും പോയിരിക്കുന്നു. ക്ലോസിംഗ് വന്ന് 88.31 ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വെളിനാട്ടിൽ പോകുന്ന അത്രയും ദൂരം ഇവിടെ കയറുന്നില്ല. ബട്ട് FIA വിൽക്കുന്നത് നിർത്തിയിരിക്കുന്നു പോലെ തോന്നുന്നു. 25,000 ഇരുന്നു ഇന്ന് ഒരു 100 പോയിന്റ് കയറിയിരിക്കുന്നു. ഇത് കാരണം ഇത് എന്താകും എന്ന് നോക്കിയാൽ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് 16-17 നടക്കും. 16-17 അന്നാണ് റേറ്റ് കട്ട് അനൗൺസ് ആകും. റേറ്റ് കട്ട് 1 തീർച്ചയായിട്ടും വരും. അതിനുശേഷം അവർ എന്താണ് പറയും. 2 റേറ്റ് കട്ട് ചെയ്യാൻ പറഞ്ഞുവെങ്കിൽ ഗോൾഡിൻ്റെ വിലയും കയറും, സ്റ്റോക്ക് മാർക്കറ്റും കയറും. ഇന്ത്യയിൽ മാർക്കറ്റ് എന്താകും എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ മാർക്കറ്റ് റിയലി കയറണമെങ്കിൽ US-നും ഇന്ത്യയ്ക്കും അവർ ഇന്ത്യയോടൊപ്പം ചെയ്യാനിരിക്കുന്ന ആ ബന്ധം സംസാരിക്കാൻ പെടണം. അതേസമയം റഷ്യയിൽ നിന്ന് എടുത്തുന്ന കച്ച എണ്ണ പോയ മാസത്തിനെക്കാട്ടിൽ ഈ മാസം കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നു. റഷ്യൻ ക്രൂഡ് ഓയിലിൽ നിർത്താതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ റഷ്യൻ കച്ച എണ്ണ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായിട്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കാൻ തയ്യാർ എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസും രാജസ്ഥാൻ സാഫേഴ്സും ചെന്നൈയിൽ വാങ്ങി എക്സ്ട്രാ ഡീസലിനെ വന്നിട്ട് യൂറോപ്പിന് വിറ്റിരിക്കുന്നു. ഇതിന് അമേരിക്ക എങ്ങനെ നോക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ CPI ഇന്നൊന്ന് ക്രൂഡ് ഓയിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് ബാക്സിനെ അഫക്റ്റ് ചെയ്യും എന്ന് നമ്മൾ നോക്കണം. മുനദാബാദ് എന്നൊരു സ്ഥലം ഇരിക്കുന്നു. ബ്രാസിന് വളരെ ഫേമസ് ആണ്. അവിടെ നിന്ന് ബ്രാസിൽ തയ്യാറിക്കുന്ന സാധനം ഒരുപാട് അമേരിക്കയ്ക്ക് പോകുന്നു. അവിടെ ആദ്യത്തെ പ്രാവശ്യം എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഓർഡർ ഇല്ല, കാരണം ഞങ്ങൾക്ക് ജോലി ഇല്ല എന്ന് അവർ പറഞ്ഞായിരുന്നു. ഇത് ഫസ്റ്റ് ട്രെയിൻ ഓഫ് ട്രബിളാണ്. ട്രബിൾ എത്രയും ദൂരം പോകും എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അടുത്തത് അമേസോനെ കുറിച്ച് ഒരു ന്യൂസ്. അമേസോൺ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങൾ 10 മിനിറ്റ് ഡെലിവറിനെ വന്ന് ഇന്നും ബോംബെ, ബാംഗ്ലൂർ, ഡൽഹിയിൽ എക്സ്പാൻഡ് ചെയ്ത് ഫുള്ളായി ഇടാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു. ബിഗ് ബാസ്ക്കറ്റ് വന്നു, അമേസോൺ 10 മിനിറ്റ് ഡെലിവറി വന്നു, പിന്നെ ഫ്ലിപ്കാർട്ടും വരും മിനിറ്റ്സ് എന്ന്, പിന്നെ ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി എന്ന് പറഞ്ഞ 5-6 പേർ ഇരിക്കുന്നു. ഇത്രയും പേര് ഇതിൽ സർവൈവ് ആകും എന്ന് അറിയാൻ പറ്റുന്നില്ല. ബേസിക്കലി ഓവർനൈറ്റ് ഡെലിവറി എന്ന് ബദല അന്നേ ഡെലിവറി ചെയ്യുന്നതാണ് ഗ്രോസറി സ്റ്റൈൽ ഓഫ് ബിസിനസ്. എത്രയും ദൂരം ഒരുത്തർ അടി വയ്ക്കും എന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അടുത്ത് എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നോക്കിയാൽ ബാലാജി വേഫേഴ്സ് എന്ന് നോർത്ത് ഇന്ത്യയിൽ ഒരു ചിപ്സ് കമ്പനി, പെപ്സിയുടെ അടുത്ത് അവർ തന്നെ ഹയസ്റ്റ് പ്ലെയർ, ഫ്രിത്തോലേസ് കോമ്പറ്റീഷൻ. ഇതിൽ 10% സിംഗപ്പൂർക്കാരർ വാങ്ങി ഇന്നൊരു 10% വിൽക്കാൻ റെഡി ആയിരിക്കുന്നു. പെപ്സി അതിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ITCയും അതിലൊരു 10% ഇടണമെന്ന് ട്രൈ ചെയ്യുന്നു. ഫ്രിത്തോലേസറിൻ്റെ ഒരു വലിയ കോമ്പറ്റീറ്ററാണ് ഈ ബാലാജി വേഫേഴ്സ്. ഫ്രിത്തോലേസ് എന്ന് പറയുന്നത് പെപ്സിയുടെ കമ്പനിയാണ്. ITC വന്ന് 3 സ്ഥലത്തായിരിക്കുന്നു. ബിങ്കോ ചിപ്സ്, ബാലാജി വേഫേഴ്സിൻ്റെ ഫ്രിത്തോലേസ അതിലകത്ത് പറഞ്ഞ പോലെ ഇരിക്കുന്നു. ഇത് കാരണം ITCയും അതിൽ കീനാറ്റി നോക്കുന്നു. ITCയും പെപ്സിയും ആ ബാലാജി വേഫേഴ്സിനെ നോക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് നമ്മൾ നോക്കുന്നു എന്നാൽ ഹൽദിറാംസിൽ ടെനസെഗു ഒരു കമ്പനിയും ചേർന്ന് 10% സ്റ്റേക്ക് വാങ്ങിയിരിക്കുന്നു. റിലയൻസും നാഗ്പൂരിൽ ഇരുന്ന് സ്നാക്സ് ചെയ്യുന്നു എന്ന് തുടങ്ങിയിരിക്കുന്നു. ഈ സ്നാക്കിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു വലിയ മാർക്കറ്റായിട്ടിരിക്കുന്നു. വലിയ മാർക്കറ്റായിട്ട് എമർജ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ എൻ്റെ CEO എന്ത് പറയണമെന്ന് വെച്ചാൽ ചാനൽ നല്ലത് തന്നെ, പക്ഷേ മൈലേജ് കുറയും എന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ എത്തനാൽ പ്രശ്നത്തിലിരിക്കുന്നു. ആലും ദക്ഷിണും എത്തനോൾ സപ്ലയേഴ്സിനും അതോ കണക്ഷൻ ഇരിക്കുന്നു എന്ന് ഒരുപാട് സ്ഥലത്തിൽ സംസാരിക്കുന്നു. നോർമലായിട്ട് വലിയ ലോകത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഫോഴ്സായിട്ട് കലക്കാൻ പറ്റത്തില്ല. എത്തനോൾ പെട്രോളിന് ഒരു വില, സാധാ പെട്രോളിന് ഒരു വില എന്ന് കൊടുക്കണം. കൺസ്യൂമറിന് ചൂസ് ചെയ്യാൻ വിടണം. നാളെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഫിക്സ് ചെയ്യണം എന്നത് ഒരു നല്ല പോളിസി അല്ല. അക്ഷയൻ്റെ പീപ്പയ്ക്ക് $100 വിൽക്കുന്ന സമയം ചെയ്ത എന്തെങ്കിലും ഒരു ലോജിക്ക് ഇരിക്കുന്നു. ഇപ്പോൾ $60 ഇരിക്കുന്നു, അടുത്ത വർഷം $50 കുറയും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ വയ്ക്കുന്നത് എക്സ്പേർട്സ് നല്ലതായിട്ട് തോന്നുന്നില്ല. ഉണ്ടായ CEO എന്ത് പറയുന്നു എന്ന് വെച്ചാൽ 4 മീറ്ററിൽ XUV ചെയ്യുന്ന ആൾക്കാർ സക്സസ്ഫുള്ളായിട്ടിരിക്കും. അവർക്ക് ഒരുപാട് ഓർഡേഴ്സ് വരും. എന്തെന്ന് വെച്ചാൽ അവർക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇരിക്കുന്നു. ഇതിലിരിക്കുന്ന മറ്റ് ഓട്ടോ ഡീലേഴ്സൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ GST ഞങ്ങളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വണ്ടിക്ക് സിസ് കെട്ടിയത് GST പ്ലസ് സിസ്. പുതിയ വന്നിരിക്കുന്ന ചില കാറ്റഗറി വണ്ടിക്ക് ചിസ് ഇല്ല. കട്ടി വച്ചിരിക്കുന്ന സിസ് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഒരു 2.5 ലക്ഷം വണ്ടിക്ക് മുകളിൽ 6 കെട്ടി വച്ചിരിക്കുന്നു. സെസ്സിൻ്റെ ലോസിനെ ആരെടുക്കും?
മാനുഫാക്ചറർ എടുത്തിരിക്കുമോ ഇല്ല ഗവൺമെൻറ് റീഫണ്ട് ചെയ്യുമോ എന്ന് ചോദ്യം ചോദിക്കുന്നു. ആ റീഫണ്ട് വന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പ്രൈസിനെ കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് ഡിയർ പറയുന്നു. ഗവൺമെൻറ് എന്ത് പറയുന്നത് വെച്ചാൽ പ്രൈസിനെ കുറ എന്ന് പറഞ്ഞ് പ്രഷർ കൊടുക്കുന്നു. കാരണം ഇതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് വന്ന് നിൽക്കുന്നു. ഇന്ന് അശോക് ലേലാൻഡ് ആൾ എന്ത് പറയണമെന്ന് വെച്ചാൽ 2026-2027 ഈ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വന്നിട്ട് ഇപ്പോൾ ഈ പാൻഡമിക് ലെവലിൽ പോകുമെന്ന് പറയുന്നു. പാൻഡമിക് തീർന്നു 5 വർഷം കഴിഞ്ഞ് തന്നെ പാൻഡമിക് ലെവലിലേ പോകാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇൻഫോസിസ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ 8,000 കോടിക്ക് ബൈബാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നു. ആരൊക്കെ അപ്ലൈ ചെയ്യുന്നു പ്രൊഫഷണൽ ബേസിസിൽ അത് വെച്ചിരിക്കുന്നു. അതിപ്പോൾ നിങ്ങൾ 10 ഷെയർ കൊടുത്തുവെങ്കിൽ 4 ഷെയർ എടുക്കും. 4 ഷെയർ എടുത്ത് തിരികെ നിങ്ങൾ മാർക്കറ്റിൽ വാങ്ങിയെങ്കിൽ 200 രൂപ 300 രൂപ ആർബിട്രാജ് ട്രേഡ് കിട്ടും. ഇതിനെ വന്നിട്ട് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് ഇതിനെ അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഷെയർ എന്ന് ഇരിക്കുന്നത് 97 ഷെയറായിട്ട് മാറും. ഈ 2.5% ഡിനോമിനേറ്ററിൽ കുറഞ്ഞ കാരണം ന്യൂമറേറ്റർ അതേ ഇരുന്നാൽ കൂടെ UPSC കയറും. കയറിയെങ്കിൽ വില കയറും. കാരണം ഹയർ പ്രൈസിൽ ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങി വെക്കാം. എന്താണ് മുഖ്യ വാർത്തയെന്ന് നിങ്ങൾ നോക്കിയാൽ ടാറ്റ ഫാമിലിയിൽ ഗുസ്തിയാണ്. അത് കാര്യം സ്വർണം ഇന്നും റോക്കറ്റിൽ തന്നെ ഇരിക്കുന്നു. അത് ഓട്ടോമൊബൈലിൽ പ്രോബ്ലം. സെസ് തിരികെ ക്ലൈം ചെയ്യാൻ പറ്റിയില്ല. ലോകത്തിൽ ഇരിക്കുന്ന ടോപ്പ് പണക്കാരിൽ ഒരു പുതിയ ലീഡറാണ് ഈ ലാരി എലിസ്. പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഒരു 15% കയറും. കറക്റ്റായിട്ട് പറയുന്നു 10,000 എൻ്റെ കോൾ ഇരുന്ന് 15%. 11,500 വരയ്ക്കും പോകും 22 ക്യാരറ്റ്. 11,000 സൗണ്ടിയിൽ ഇരിക്കുന്നത് 24 ക്യാരറ്റ് ഗോൾഡ്. ഇതിൽ നിന്നൊരു 15% കിട്ടുമെങ്കിൽ 12,600 ഇരുന്ന് 12,500 വരയ്ക്കും 24 ക്യാരറ്റ് ഗോൾഡ് പോകാൻ ചാൻസസ് ഇരിക്കുന്നു. അമേരിക്കയിൽ വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ നമ്പർ കുറവല്ല, ആണ് ഇരിക്കുന്നു. ഇന്നും കയറും എന്നാണ് എൻ്റെ ഫീലിംഗ്. ആ സമയത്തിൽ ഫെഡ് വേറെ നിർബന്ധം കൊണ്ട് എന്തെങ്കിലും റേറ്റിനെ കട്ട് ചെയ്താൽ ഇത് ഗില്ലി പോലെ കയറുമേ അല്ലാതെ ഇറങ്ങാൻ ചാൻസ് കുറവാണ്. റഷ്യ ആൻഡ് പോലൻഡ് എന്ന കിടക്കുന്ന പ്രശ്നവും സ്വർണത്തിൻ്റെ വിലയെ കയറ്റുന്നു. കാരണം സ്വർണം ഇറങ്ങുമോ എന്ന് ചോദിച്ചാൽ ഈ സമയം നോക്കുമ്പോൾ സ്വർണം ഇറങ്ങാൻ ചാൻസേ ഇല്ല. നന്ദി, നമസ്കാരം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.